റിയാക്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുവാണ്. നമ്മളിന്ന് നോക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്ലാസ് കോമ്പോണൻസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഫങ്ഷണൽ കോമ്പോണൻസിൽ പ്രോപ്സ് എന്ന് പറഞ്ഞൊരു പാർട്ടാണ്. എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എൻ്റെ രീതി എങ്ങനെയാണ്, പീസാക്കിയിട്ട് നോക്കിയാണ് പോകുന്നത്. എന്നിട്ട് നമുക്ക് അവസാനം ക്ലാസ് യൂസ് ചെയ്യാതെ ഫങ്ഷണൽ കോമ്പോണൻറ്റിൽ തന്നെ ഫ്യൂച്ചറിലുള്ള പ്രോഗ്രാംസൊക്കെ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ക്ലാസ്സും ഫങ്ഷനിലും വെച്ചിട്ട് ഇതെല്ലാം ചെയ്യണം. ഓക്കെ, ഞാൻ ഒറ്റ വീഡിയോയിൽ ഇതൊന്നും കാണിക്കുന്നില്ല, പതുക്കെ മുറിച്ചാണ്. അപ്പോഴാണ് നമുക്കത് എളുപ്പത്തിൽ പഠിക്കാനും ഒരു സ്ലോ ബേണിംഗ് ടൈപ്പ്. ഓക്കെ, ഫങ്ഷണൽ കോമ്പോണൻസിൻ്റെ ഉള്ളിൽ പ്രോപ്സ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. എന്താണ് പ്രോപ്സ്? ഓക്കെ, ഞാനിവിടെ എന്താണ് പ്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം പ്രോപ്പർട്ടി എന്നാണ്. പ്രോപ്പർട്ടി മീൻസ് എന്ന് പറയുമ്പം നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലൊരു ഡാറ്റ ഉണ്ട്. പലതരത്തിലുള്ള ഡാറ്റ ആകാം, സ്ട്രിങ് ആകാം, ബൂളിയൻ ആകാം, നമ്പർ ആകാം, എന്ത് വേണേലും ആകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡാറ്റേനെ നമുക്ക് ഒരു കോമ്പോണൻറ്റിൽ നിന്ന് മറ്റൊരു കോമ്പോണൻറ്റിലേക്ക് നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് മുമ്പ് ഞാൻ നമ്മുടെ റിയാക്റ്റ് ഒന്ന് RFC അടിച്ച ശേഷം എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ടെംപ്ലേറ്റ് കിട്ടും കേട്ടോ. നമ്മൾ കോമ്പോണൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. കിട്ടണമെങ്കിൽ നിങ്ങളിവിടെ വന്ന ശേഷം എക്സ്റ്റൻഷൻ്റെ അകത്ത് ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ES അടിച്ചാൽ മതി, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ES7 റിയാക്റ്റ് റീഡക്സ് ഗ്രാഫ്ക്യൂൽ റിയാക്റ്റ് നേറ്റീവ് സ്നിപ്പിറ്റ്സ്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾക്കിങ്ങനെ ഷോർട്ട് കട്ട്സ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഡെവലപ്മെൻറ്റ് പഠിക്കുന്ന സമയത്ത് ഒരിക്കലും ചെയ്യരുത് കേട്ടോ, നമ്മൾ എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, അപ്പം ഇതൊരു കോമ്പോണൻ്റ് ആണ്, അതായത് UI കോമ്പോണൻറ്റ്. ഈ ഒരു കോമ്പോണൻറ്റിൽ നിന്ന് നമുക്ക് മറ്റൊരു കോമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കയ്യിലിരിക്കുന്ന ഡാറ്റനെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും, വിവരങ്ങൾ കൈമാറ്റം ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ പ്രോപ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പ്രോപ്സ് വഴി എന്ത് തരത്തിലുള്ള ഇൻഫർമേഷൻ വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് എടുക്കട്ടെ. നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ അകത്ത് ഇങ്ങനെയാണല്ലോ നമ്മൾ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യണം. സോ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻസിൻ്റെ അകത്ത് നമ്മൾ പാരാമീറ്റേഴ്സ് അയക്കുന്നുണ്ട്. ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേ ഒരു രീതി തന്നെയാണ് ഇവിടെ. ഒരു ഫംഗ്ഷനിൽ നിന്ന് മറ്റൊരു ഫംഗ്ഷനിലേക്ക് നമുക്ക് ആർഗ്യുമെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും, പാരാമീറ്റേഴ്സൊക്കെ പാസ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതി തന്നെയാണ് ഇവിടെ. നിങ്ങൾ അതങ്ങ് മനസ്സിൽ ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇവിടെ എനിക്കിവിടെ ഒരു ഫങ്ഷണൽ കോമ്പോണൻ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ വരാം. ഇവിടെ വന്നിട്ട് ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, എനിക്ക് നത്തിങ് ആണ്. എനിക്കൊന്നും തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നില്ല, കാരണം എൻ്റെ കോമ്പോണൻസിൽ ഒന്നും തന്നെ ഇല്ല. എനിക്കിവിടെ എന്ത് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു യൂസറിൻ്റെ ഇൻഫർമേഷൻ കിട്ടണം. അതിന് വേണ്ടി ഞാനിവിടെ വന്ന ശേഷം H1 അകത്ത് ഞാൻ ജസ്റ്റ് നെയിം എന്ന് കൊടുത്തു. നെയിം ദെൻ ഞാൻ മറ്റൊരു H1 കൂടി ക്രിയേറ്റ് ചെയ്യാണ്. 2 H1 ക്രിയേറ്റ് ചെയ്തു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഷിഫ്റ്റിൽ ഓൾട്ടിൽ ശേഷം നിങ്ങൾക്ക് ഏത് എലമെൻ്റ് ആണോ നിങ്ങൾക്ക് കോപ്പി ചെയ്യേണ്ട ആ എലമെൻറ്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം താഴേക്കുള്ള ഡൗൺ കീ ഉണ്ടല്ലോ നമ്മുടെ കീബോർഡിൽ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ കോപ്പി എടുക്കാൻ പറ്റും. ഷിഫ്റ്റ് ഓൾട്ട് താഴേക്കുള്ള ആരോഗ്യം. ഓക്കെ, ഇവിടെ ഞാൻ നെയിമിന് പകരം ഞാൻ കൊടുക്കാൻ പോകുന്ന ഈ ഏജ് ആണ് നമുക്ക് വേണ്ടത്. സോ നമുക്കിവിടെ ഏജ് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഏജ് ആവശ്യമുണ്ട്, പ്ലേസ് ആവശ്യമുണ്ട്. ഇത്രയും പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടണം. നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. കണ്ടോ, ഒന്നും തന്നെ എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഒന്നും തന്നെ എനിക്കിപ്പോൾ കിട്ടുന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ, നമുക്കിവിടെ ഒരു തെറ്റ് പറ്റിപ്പോയി. നമ്മൾ ആക്ച്വലി ഒരു കോമ്പോണൻറ്റിൽ നിന്ന് മറ്റൊരു കോമ്പോണൻറ്റിലേക്കാണ് പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്നും എഴുതുന്നില്ല കേട്ടോ, ഒരു കണ്ടെയ്നർ മാത്രം മതി. നമുക്കിവിടെ ഒരു കോമ്പോണൻറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് ആ കോമ്പോണൻറ്റിൻ്റെ ഉള്ളിലേക്ക് വേണം പാസ് ചെയ്യാൻ. അപ്പോൾ നമുക്കിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ സെയിം പേജിൽ തന്നെ നമുക്കിവിടെ വേണമെങ്കിൽ വേറെ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഈ സെയിം പേജിൽ തന്നെ മറ്റൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ. ആ ഫംഗ്ഷൻ കാർഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, കാർഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. എന്നിട്ട് ഞാൻ ഈ കാർഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് എനിക്ക് ആദ്യം തെറ്റ് പറ്റി. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതാണ് നമുക്ക് ഈ ഒരു കാർഡാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു കാർഡിൻ്റെ ഉള്ളിലേക്ക് വേണം നമുക്ക് പ്രോപ്സ് കൊണ്ടുവരാൻ. അതിന് വേണ്ടി ഞാൻ ഇവിടെ വന്ന ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു H1 ഇടുവാണ്. H1 ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തു, നെയിം പറഞ്ഞു കൊടുത്തു. ക്യാപിറ്റലോ നെയിം പറഞ്ഞു കൊടുത്തു. എങ്കിലും വേണേലും പറഞ്ഞു കൊടുക്കാം, എനിക്കിങ്ങനെ പറയാനാണ് ഇഷ്ടം. നമുക്കിവിടെ ഏജ് പറഞ്ഞു കൊടുക്കാം. ഏജ് ഇവിടെ പ്ലേസ് പറഞ്ഞു കൊടുക്കാം. പ്ലേസ് പറഞ്ഞു കൊടുത്തു.
ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിനി ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു ആൻസറും കിട്ടുന്നില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ഫങ്ഷണൽ കോമ്പണൻറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഈ കോമ്പണൻറ്റ് കണ്ടോ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് ഇവിടെ ഈ ഒരു പേജിൽ ഇത് എക്സ്പോർട്ട് ഡിഫോൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ പകരം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെയിം പേജ് ആയതുകൊണ്ട് ഈ ഒരു കാർഡിനെ നമ്മൾ എവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇതിന് ഈ ഒരു പേജിൽ തന്നെ വിളിച്ചു കൊടുക്കാൻ പറ്റും. മറ്റൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാൻ ഈ ഒരു ഫംഗ്ഷനെ വിളിക്കാൻ പോവുക കേട്ടോ. ഈ ഒരു കോമ്പോണൻറ്റിനെ വിളിക്കാൻ പോവുക മറ്റൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോമ്പോണൻറ്റിൻ്റെ പേര് നമുക്ക് ഇവിടെ എടുത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ആ ഫംഗ്ഷൻ നമ്മൾ ആ ഫംഗ്ഷനെ ഇവിടെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, കോമ്പോണൻ്റ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഇതിനെ പറയുന്ന സെൽഫ് ക്ലോസിങ് ടാഗ് എന്നാണ്. അത് കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് സിംഗിൾ ലൈനിൽ ക്ലോസ് ചെയ്യാൻ പറ്റും ഇതുപോലെ. മറ്റൊന്നും നമ്മൾ എഴുതുന്നില്ലെങ്കിൽ നമുക്കിതുപോലെ സിംഗിൾ ലൈനിൽ ക്ലോസ് ചെയ്യാൻ പറ്റും. സെൽഫ് ക്ലോസിങ് ടാഗാണ്. ഇവിടെ നമുക്കൊരു കാർഡുണ്ട്. ഇത്രയും ചെയ്തു കണ്ടോ. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എറേഴ്സ് കിട്ടും. കണ്ടോ, നത്തിങ്, ഒന്നും തന്നെ റെൻഡർ ചെയ്ത് കിട്ടുന്നില്ല. കാർഡിൻ്റെ ഇതിനകത്തൊന്നും തന്നെ ഇല്ല. ഓക്കെ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ കാർഡിലേക്ക് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. നമുക്ക് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കത് ഇവിടെ എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വന്നതിന് ശേഷം ഈ കാർഡിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പാസ് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്, പാരാമീറ്ററായിട്ട് നമ്മൾ എങ്ങനെ പാസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് പാസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ നമുക്ക് എക്സ്ട്രാ നമ്മളിവിടെ എഴുതുന്ന സംഭവമുണ്ട്, ആട്രിബ്യൂട്ട്. അതായത് എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതണേ നമുക്ക് ആട്രിബ്യൂട്ട് എന്ന് പറയും. നമ്മൾ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, ജാവാസ്ക്രിപ്റ്റിലും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന ശേഷം ഞാൻ ജസ്റ്റ് നെയിം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നെയിം ഈക്വൽ ടു, അതായത് നെയിം അസൈൻ രഹിൽ എന്ന് കൊടുത്തു. ഇതുപോലെ നമുക്ക് ഇത് കണ്ടോ JSX ആട്രിബ്യൂട്ട്. ഈ നെയിമിനെ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും, ഇവിടെ എടുത്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ നെയിം കൊടുത്തു. അതുപോലെ നമുക്ക് എന്നാ വേണം, നമുക്ക് ഏജ് ആവശ്യമുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഏജ് എടുത്ത് കൊടുക്കാം. ഏജ് അസൈൻ, ഏജ് എന്താണ് നമുക്ക് സ്ട്രിംഗിൽ കൊടുക്കണം. ഒരു 24 3 എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. ഏജ് എന്തെങ്കിലും ഒരു ഏജ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഏജ് കൊടുക്കുക. എൻ്റെ ഏജ് 23 24 ഒന്നും അല്ല കേട്ടോ. ഓക്കെ, ഇവിടെ കൊടുക്കാം. ഇവിടെ ഇനി നമുക്ക് കൊടുക്കേണ്ടത് പ്ലേസ് ആണ് കൊടുക്കേണ്ടത്. പ്ലേസ് നമുക്ക് എന്താണ് കൊടുക്കേണ്ടത്, നമുക്ക് എറണാകുളം പ്ലേസ് കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തു. ഇവിടെ വരാം, ഇവിടെ വന്നിട്ട് നമുക്കിവിടെ വരാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ് കോമ്പോണൻറ്റിൻ്റെ അകത്ത് നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്തു കേട്ടോ. ക്ലാസ് അല്ല, ഈ ഒരു കാർഡിൻ്റെ ഉള്ളിൽ. കാരണം നമുക്ക് എപ്പോഴും ഫങ്ഷൻ ഓൾവേസ് റിട്ടേൺ സംതിങ്. ഓക്കെ, ഇത് കണ്ടോ, നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ട് നമുക്കവിടെ ഒരു എറേഴ്സ് കിട്ടുന്നുണ്ട്. നമ്മളത് ഓർത്തില്ല. ഓക്കെ, കണ്ടോ, ഇപ്പോൾ കണ്ടോ, നെയിം ഏജ് പ്ലേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാലിയാണ്, ഒന്നും തന്നെ ഇല്ല. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കോമ്പോണൻറ്റ് നമ്മളിപ്പോൾ ഈ ഒരു കോമ്പോണൻറ്റിൻ്റെ അത് വിളിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കോമ്പോണൻറ്റിലേക്ക് നമ്മൾ പാരാമീറ്റേഴ്സായിട്ട് നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ പാരാമീറ്റേഴ്സായിട്ട് ഈ കോമ്പോണൻറ്റിൻ്റെ ഉള്ളിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു കോമ്പോണൻ്റാണ് നമ്മൾ വിളിച്ചത്. ഇവിടെയാണ് നമ്മളിത്, എന്നിട്ട് ആ ഒരു കോമ്പോണൻ്റാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇത് സാധാരണ വേറെ പേജിലാണ് ക്രിയേറ്റ് ചെയ്യണത്. ഇവിടെ ഞാനത് സിംഗിൾ പേജിൽ തന്നെ ചെയ്തതേ ഉള്ളൂ. ഇവിടെ നമുക്ക് എങ്ങനെ ഇതുവഴി എടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ഒരു ഇതൊരു ഫംഗ്ഷനാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു UI കോമ്പോണൻ്റ് ആണ്. ഇപ്പോൾ ഈ കോമ്പോണൻറ്റിൻ്റെ ഉള്ളിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെ. അപ്പോൾ നമുക്കിത് ഇവിടെ എടുക്കണമെങ്കിൽ നമുക്കിവിടെ ഒരു കീവേഡ് ഉണ്ട്, പ്രോപ്സ് എന്ന് പറഞ്ഞ സാധനമാണ്. പ്രോപ്സ് എഴുതി കൊടുത്തു. ദിസ് അല്ല, ദിസ് നമ്മൾ ക്ലാസ്സിൻ്റെ ഇതിൻ്റെ അത് പഠിക്കും. പ്രോപ്സ് എന്ന് കൊടുത്തു. പ്രോപ്സ് മീൻസ് പ്രോപ്പർട്ടി. അപ്പം ഈ പ്രോപ്സിൻ്റെ ഉള്ളിൽ ആരൊക്കെയുണ്ട്, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, പ്ലേസ് ഉണ്ട്. ഇപ്പോൾ ഉണ്ട്. നമുക്കിതിവിടെ എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും, ഇവിടെ പ്രോപ്സ് എന്ന് വന്ന് എഴുതാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എഴുതുന്നത്. റിട്ടേണിൻ്റെ അകത്ത് നമുക്കിവിടെ വാലിഡ് ജാവാസ്ക്രിപ്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പ്രോപ്സ് വിളിച്ചു കൊടുക്കുന്നു. പ്രോപ്സ് വിളിച്ചു കൊടുത്ത ശേഷം പ്രോപ്സിൻ്റെ ഉള്ളിൽ ആരുണ്ട്, നെയിം ഉണ്ട്. ആ നെയിം നമുക്കിവിടെ മെൻഷൻ ചെയ്യാം, നെയിം. ഓക്കെ, ഇപ്പോൾ വരാം, കണ്ടോ, രഹിൽ. അതുപോലെ തന്നെ നമ്മളിവിടെ ജാവാസ്ക്രിപ്റ്റ് ആണ് ഇതിൻ്റെ ഉള്ളിൽ മെൻഷൻ ചെയ്യേണ്ടത്. പ്രോപ്പർട്ടി എന്താണ്, പാരാമീറ്ററായിട്ട് നമ്മൾ പാസ് ചെയ്ത പ്രോപ്പർട്ടി നമ്മൾ എടുത്തു കൊടുക്കുന്നു. പ്രോപ്സ് ഡോട്ട്, അതിൻ്റെ ഉള്ളിൽ ആരുണ്ട്, ഏജ് ഉണ്ട്.
AG ഈ നെയിം തന്നെ ആയിരിക്കണം, സെയിം നെയിം തന്നെ ആയിരിക്കണം. പക്ഷെ നമുക്ക് വേറെ വഴി ചെയ്യാൻ പറ്റും സെയിം നെയിം കൊടുക്കാതെ, അത് ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഇത് സെയിം നെയിം തന്നെ കൊടുക്കണം കേട്ടോ. പ്രോപ്പർട്ടി ആയിട്ട് പാസ് ചെയ്യുന്ന ഈ പ്രോപ്പർട്ടിയുടെ നെയിം എന്താണോ അത് തന്നെ കൊടുക്കണം. ഓക്കെ, പേജ് കൊടുത്തു. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ അകത്ത് പ്രോപ്സ് വിളിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, പ്രോപ്സ് വിളിച്ചു കൊടുക്കുകയാണ്. പ്രോപ്സ് ഡോട്ട് പ്ലേസ് വിളിച്ചു കൊടുത്തു. കണ്ടോ, കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കിങ്ങനെ പ്രോപ്സ് എന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് തോന്നിയാസം നമുക്ക് ഇഷ്ടമുള്ള നെയിം ഇവിടെ യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, ജാവാസ്ക്രിപ്റ്റിൻ്റെ 12 എപ്പിസോഡ്. അതിൻ്റെ അകത്ത് ഞാൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ES6 ES7 പുതിയ സിൻഡെക്സുകളെ പറ്റിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സാധനമുണ്ട്, നമുക്കിതിനെ ഡീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും. ഡീസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിഷ്ടമുള്ള നെയിം ഈ പ്രോപ്സിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഡീസ്ട്രക്ചർ ചെയ്ത്. ഡീസ്ട്രക്ചർ അറേ എങ്ങനെയാണ് ഡീസ്ട്രക്ചർ ചെയ്യുന്നതെന്നുള്ളതും അതെന്താണെന്നുള്ളതും എല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ താഴെ 12 വീഡിയോ ജാവാസ്ക്രിപ്റ്റിൻ്റെ കിടപ്പുണ്ട്, അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, നിങ്ങളത് പോയി കാണുക. ഓക്കെ, ഇവിടെ വന്ന ശേഷം നമുക്കതിനെ ഓരോ വേരിയബിളിലേക്ക് നമുക്ക് ഇവിടെ എടുത്തു കൊടുക്കാം. നമ്മളിവിടെ ഡീസ്ട്രക്ചർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാനിവിടെ എനിക്ക് തോന്നിയാസം എനിക്ക് നെയിം കൊടുക്കാൻ പറ്റും കേട്ടോ. നെയിമീന്ന് കൊടുത്തു. എന്നാൽ നമുക്ക് തോന്നിയാസം നെയിം കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ AG എന്ന് കൊടുത്തു. AG അതായത് ഇവിടുന്ന് വരുന്ന നെയിം അല്ല കേട്ടോ, നിങ്ങൾ ഓർത്തോ. ഇവിടുന്ന് വരുന്ന ആ ഒരു പാരാമീറ്ററായിട്ട് നമ്മൾ പ്രോപ്സ് വെച്ചല്ല എടുക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഓരോന്നും എടുത്ത് സ്റ്റോർ ചെയ്യാൻ പോകണം, നമ്മുടെ ഇഷ്ടത്തിനുള്ള നെയിംസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്ലേസ് എന്ന് കൊടുക്കാം. പ്ലേസ് ഇത്രയും കൊടുത്തു. ഇത്രയും കൊടുത്ത ശേഷം അതെങ്ങനെ ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പ്രോപ്സും കുന്തൊന്നും വേണ്ട, ജസ്റ്റ് നമ്മളിവിടെ ഈ നെയിമി എടുത്ത് കൊടുക്കുക. നെയിമി ഉണ്ടോ, പ്രോപ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. AG. ഓക്കെ, നെയിമി AG നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്രോപ്സ് ഇവിടെ നമ്മൾ പ്രോപ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് പ്ലേസ് പറഞ്ഞു കൊടുക്കാം. പ്ലേസ് ചെറിയ അക്ഷരം, പ്ലേസ് ചെറിയ അക്ഷരം എന്നൊന്നും നമ്മൾക്ക് ആവശ്യമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഇതെടുത്ത് കൊടുക്കാം. നമുക്കിവിടെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഡീസ്ട്രക്ചർ ചെയ്ത് വരേണ്ടതാണ്. നോക്കട്ടെ, ഡീസ്ട്രക്ചർ ചെയ്യുന്നില്ല. സാധാരണ ഡീസ്ട്രക്ചർ ചെയ്ത് വരേണ്ടതാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഡീസ്ട്രക്ചർ ചെയ്ത് വരേണ്ടത്. ഓക്കെ, നമുക്കിവിടെ നെയിം ഏജ് പ്ലേസ്. ഓക്കെ, നമ്മൾക്ക് ഡീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡീസ്ട്രക്ചർ ചെയ്ത ആൻസർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ആൻസർ കിട്ടി, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതല്ല ആലോചിക്കണത്, ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ നിങ്ങൾ. ജസ്റ്റ് നമുക്കിതെടുത്ത് വേറെ ഒരു സംഭവത്തിൽ സ്റ്റോർ ചെയ്തിട്ട് അത് നമുക്കിവിടെ വിളിക്കാൻ പറ്റും കേട്ടോ. ആ ഒരു നെയിം നമുക്കിവിടെ വിളിച്ചു കൊടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. നോക്കട്ടെ, ഞാൻ 1 2 3 ഇങ്ങനെയാണ് ഡീസ്ട്രക്ചർ ചെയ്യുന്നത്. സെയിം നെയിം തന്നെ വേണമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്തപ്പോൾ സെയിം നെയിം ഓർക്കുന്നില്ലല്ലോ. ഓക്കെ, നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ സെയിം നെയിം തന്നെ വേണമെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാലേ ഒരു സംശയമുണ്ട് സെയിം നെയിം തന്നെയാണോ എന്ന്. അതുകൊണ്ട് സംശയമുള്ളപ്പോൾ നമ്മളൊരിക്കലും നമുക്കവിടെ സെയിം നെയിം തന്നെ യൂസ് ചെയ്യണം കേട്ടോ, അല്ലാതെ നമുക്കവിടെ പാരാമീറ്ററായിട്ട് എടുത്തു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സെയിം നെയിം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സെയിം നെയിം തന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ സെയിം നെയിം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സെയിം നെയിം യൂസ് ചെയ്യാം. നമുക്കല്ലേ വേറെ കാര്യം കൂടി ചെയ്യാൻ പറ്റും, അത് ഞാനൊന്ന് നോക്കട്ടെ. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ടെസ്റ്റിംഗ് എന്ന് വേണേൽ പറയാം ഇതിനെയൊക്കെ. നെയിം 1 അസൈൻ നെയിം, ഇതൊക്കെ നമുക്ക് വേണേൽ ടെസ്റ്റിംഗ് എന്ന് പറയാം. ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാനാട്ടോ,
അതുപോലെ നമുക്ക് ഏജ് 2 ഇവിടെ എടുത്ത് കൊടുക്കാം, ഏജ് 1 എടുത്ത് കൊടുക്കാം. ഏജ് 1ൻ്റെ അകത്തേക്ക് ഇവിടുന്ന് കിട്ടുന്ന ഏജ് എടുത്ത് വെച്ച് കൊടുക്കാം. വർക്ക് ചെയ്യണമെന്ന് അറിയാനാണ് എടുത്ത് കൊടുക്കാം. പ്ലേസിൻ്റെ അകത്തേക്ക് ഇവിടുന്ന് കിട്ടുന്ന പ്ലേസ് നമുക്ക് എടുത്ത് കൊടുക്കാം. പ്ലേസ് ഏജ് 2 പ്ലേസ് 3 PLSE പ്ലേസ് 3. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന പ്ലേസ് എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടോ, കറക്റ്റ് ആൻസറാണ്. ഓക്കെ, നമുക്കിത് വേറെ വേരിയബിളിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഇവിടുന്ന് കിട്ടണ ഞാനത് വേറെ വേരിയബിളിലേക്ക് എടുത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേറെ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ട് ഇഷ്ടമുള്ള നെയിം എനിക്ക് ഞാനിവിടെ വിളിച്ചിട്ടുണ്ട്, ആ വേരിയബിൾ നെയിം. നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഡീസ്ട്രക്ചർ ചെയ്യുക. പ്രോപ്സ് വിളിക്കേണ്ട ആവശ്യമില്ല. പ്രോപ്സ് എന്നുള്ള ഒഴിവാക്കാൻ നമുക്ക് ഡീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും. അത് വിളിക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, സിമ്പിളാണ്. ഓക്കെ, നമ്മളിന്ന് ഫങ്ഷണൽ കോമ്പണൻസ് വെച്ച് എങ്ങനെയാണ് പ്രോപ്പർട്ടി ആക്സസ് ചെയ്യുക എന്നാണ് പഠിച്ചത്. പ്രോപ്സ് നമ്മൾ ക്ലാസ് കോമ്പണൻസ് വെച്ച് പഠിക്കും. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. നമ്മൾ പിന്നെ നമുക്ക് സ്റ്റേറ്റ് പഠിക്കാം. സ്റ്റേറ്റ് 2ലും പഠിക്കാം. ആദ്യം നമ്മൾ ക്ലാസ്സിൽ പഠിക്കാം, പിന്നെ നമുക്ക് ഹുക്സ് വെച്ചിട്ട് സ്റ്റേറ്റ് ചെയ്യുന്ന പഠിക്കാം. പിന്നെ ഇതെല്ലാം വെച്ചിട്ട് എന്തെങ്കിലും ഒരു കാർഡൊക്കെ വെച്ചിട്ട് ഒരു ഇതുണ്ടല്ലോ, ഇമേജൊക്കെ ആഡ് ചെയ്ത് നല്ല ഇമേജിൽ കുറേ കാർഡൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഗാലറി പോലെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോഴത്തേനും നമ്മുടെ ഈ ഒരു സെക്ഷൻ കഴിയും. പിന്നെ നമുക്ക് മുമ്പോട്ട് റിയാക്റ്റ് പലതരത്തിലുള്ള ഹുക്സുകളുണ്ട്, അതെല്ലാം ഫോക്കസ് ചെയ്ത് പഠിക്കണം. പിന്നെ റൗട്ടിങ് പഠിക്കണം. പിന്നെ APIൻ്റെ കുറേ പോർഷനൊക്കെ ഉണ്ട്. നമുക്ക് റിയലായിട്ട് API ഒക്കെ വെച്ചിട്ട് ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം. പിന്നെ വേറെ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ്സിന് പല ടൂളുകളൊക്കെ യൂസ് ചെയ്യാനുണ്ട്, റിഡക്സ് പോലെയുള്ള അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ pretty much നമ്മളെല്ലാം തന്നെ റിയാക്റ്റിൽ കവർ ചെയ്യാനാണ് ശ്രമിക്കുക. എൻ്റെ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഴ്സ് 12 വീഡിയോ ഉള്ള ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്. അത് നിങ്ങൾ കാണുക. അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതിൻ്റെ അകത്ത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഓൾമോസ്റ്റ് ടോപ്പിക്കുകളും കുത്തിക്കയറ്റി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം തന്നെ എനിക്ക് അതിൻ്റെ അകത്ത് വേണമെന്ന് തോന്നി. അതിൻ്റെ അകത്ത് വളരെ വിരളം കുറച്ച് ടോപ്പിക്കുകൾ വിട്ടുപോയിട്ടുണ്ടാകും. നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് അറിയാവുന്നവരാണല്ലോ, നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതുപോലെ തന്നെ റിയാക്റ്റ് മാക്സിമം നല്ല രീതിയിൽ തന്നെ ചെയ്യാനാണ് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.